ഇസ്ലാം സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ അവകാശങ്ങൾ നൽകിയ മതമാണ്. ഈ ഒരു വാചകം കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പ്രഭാഷണങ്ങളിൽ, ഡിബേറ്റുകളിൽ, സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലെല്ലാം ഈ ഒരു വാചകം സ്ഥിരമായിട്ട് ആവർത്തിക്കപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. സ്ത്രീയെ ജീവനോടെ കുഴിച്ചു മൂടിയ സമൂഹത്തെ ഉയർത്തിയത്, അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറ്റിയത് ഇസ്ലാമാണ്. സ്ത്രീക്ക് സ്വത്തവകാശം നൽകിയത് ഇസ്ലാമാണ്. സ്ത്രീക്ക് മഹർ നൽകിയത് ഇസ്ലാമാണ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു അടിസ്ഥാന ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. മതം സ്ത്രീയെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ മതത്തിന്റെ പ്രാഥമിക ഗ്രന്ഥങ്ങളിൽ സ്ത്രീയെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവളൊരു സമത്വമുള്ള ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ പുരുഷന്റെ കീഴിൽ കഴിയേണ്ട ഒരു വ്യക്തിയാണോ? എങ്ങനെയാണ് ഇസ്ലാം സ്ത്രീയെ അതിന്റെ പ്രാഥമിക ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ആവർത്തിക്കട്ടെ, ഈ ചാനലിലെ വീഡിയോ ചെയ്യുന്നത് ഏതെങ്കിലും വ്യക്തിയെ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ, ഏതെങ്കിലും മതവിശ്വാസിയെ അപമാനിക്കാനോ അധിക്ഷേപിക്കാനോ അല്ല. ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിലെ വിമർശന വിധേയമായിട്ടുള്ള കാര്യങ്ങളെ വിമർശിക്കുക എന്നത് മാത്രമാണ് ഇത്തരം വീഡിയോകളിലൂടെ ഞാൻ ലക്ഷ്യമാക്കുന്നത്. ഇത് മുസ്ലിം സമുദായത്തോടുള്ള ദേഷ്യമോ പകയോ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇസ്ലാം എന്ന് പറയുന്ന ആശയം അത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ആശയമാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്ന് ചെയ്യുന്നതാണ്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഖുർആനിലും ഹദീസിലുമായിട്ട് നൂറുകണക്കിന് സ്ത്രീവിരുദ്ധമായ, അമാനവികമായ, മാനുഷിക വിരുദ്ധമായ വചനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇസ്ലാമിലെ ഗ്രന്ഥങ്ങളിൽ സ്ത്രീവിരുദ്ധമായ വചനങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയാൽ അതൊരു മലവെള്ളപ്പാച്ചിൽ പോലെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വന്നതിൽ നിന്ന് വളരെ ചുരുക്കി, വളരെ കുറച്ചെണ്ണം മാത്രമാണ് ഈ വീഡിയോയിലോട്ട് ഇന്ന് എടുത്തിട്ടുള്ളത്. നമുക്ക് ഖുർആനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഖുർആനിലെ ഒരു ആയത്ത്, 4-ാം അധ്യായം. ഈ 4-ാം അധ്യായം അൻ-നിസാ എന്നാണ് ഈ അധ്യായത്തിന്റെ പേര്. സ്ത്രീകൾ എന്നാണ് അർത്ഥം. ഖുർആനിലെ 4-ാം അധ്യായത്തിലെ 34-ാം വചനം: പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ കാര്യം നടത്തിപ്പുകാരാണ്. അവരിൽ ചിലരേക്കാൾ അള്ളാഹു ശ്രേഷ്ഠരാക്കിയിരിക്കുന്നത് കൊണ്ടും അവർ തങ്ങളുടെ സ്വത്തുക്കളിൽ നിന്ന് ചിലവഴിക്കുന്നത് കൊണ്ടും ഇതാണതിന് കാരണം. എന്നാൽ സദ്വൃത്തകളായുള്ളവർ അനുസരണമുള്ളവരും അള്ളാഹു കാത്തു സൂക്ഷിച്ച പ്രകാരം അസാന്നിധ്യത്തിൽ കാത്തു സൂക്ഷിക്കുന്നവരുമാകുന്നു. യാതൊരു സ്ത്രീകളുടെ അനുസരണക്കേട് നിങ്ങൾ ഭയപ്പെടുന്നുവോ അവർക്ക് നിങ്ങൾ സതുപദേശം നൽകുകയും കിടപ്പ് സ്ഥാനങ്ങളിൽ അവരെ വെടിയുകയും അവരെ അടിക്കുകയും ചെയ്തുകൊള്ളുവിൻ. എന്നിട്ട് അവർ നിങ്ങളെ അനുസരിച്ചുവെങ്കിൽ പിന്നെ അവർക്കെതിരിൽ നിങ്ങൾ ഒരു മാർഗവും അന്വേഷിക്കരുത്. നിശ്ചയമായും അള്ളാഹു ഉന്നതനും വലിയവനുമാകുന്നു. സ്ത്രീകളെ ആവശ്യമെങ്കിൽ തല്ലാം എന്ന് അള്ളാഹു അനുമതി നൽകുന്ന, അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവമാണ്, ആ അള്ളാഹു അനുമതി നൽകുന്ന ഒരു വചനമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഈ വചനത്തിൽ പറയുന്നത് സ്ത്രീയും പുരുഷനും തുല്യരല്ല, സ്ത്രീയുടെ മേൽ പുരുഷന് നിയന്ത്രണാധികാരമുണ്ട് എന്നാണ്. അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പക്ഷം, അനുസരണക്കേട് കാണിക്കണമെന്ന് പോലുമില്ല, അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പക്ഷം അവരെ ഉപദേശിക്കുക, കിടപ്പറയിൽ വെടിയുക, അടിക്കുക. ഈ ഒരു വചനം ഇറങ്ങിയ ഒരു സാഹചര്യം വാഹിദി തഫ്സീറിൽ, അസ്ബാബുൻ നുസൂലിൽ വാഹിദി വിവരിക്കുന്നുണ്ട്. ഞാനതൊന്ന് വായിക്കാം. സഅദ് ബിൻ റബീഇനെ കുറിച്ചും അൻസാറുകളിൽ ഒരാളായ അദ്ദേഹത്തിന്റെ ഭാര്യ ഹബീബ ബിൻത് സയ്യിദ് ഇബ്നു അബി സുഹൈറിനെ കുറിച്ചുമാണ് അവതരിച്ചിരിക്കുന്നത്. ഇരുവരും അൻസാറുകളിൽ പെട്ടവരാണ്. സഅദ് ഭാര്യയെ എതിർത്തതിനാൽ അവളുടെ മുഖത്ത് അടിച്ചു. തുടർന്ന് അവളുടെ പിതാവ് പ്രവാചകനെ കാണാൻ അവളോടൊപ്പം പോയി. അദ്ദേഹം അവനോട് പറഞ്ഞു, ഞാൻ എൻ്റെ മകളെ അദ്ദേഹത്തിന് വിവാഹം കഴിപ്പിച്ചു. അദ്ദേഹം അവളെ അടിച്ചു. പ്രവാചകൻ പറഞ്ഞു, അവൾ അവളുടെ ഭർത്താവിനെതിരെ പ്രതികാരം ചെയ്യട്ടെ. പ്രതികാരം ചെയ്യാൻ അവൾ പിതാവിനൊപ്പം പോകുമ്പോൾ പ്രവാചകൻ അവരെ വിളിച്ചു പറഞ്ഞു, തിരിച്ചു വരൂ, ജിബ്രീൽ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. അതായത് ഒരു സ്ത്രീ, സഅദ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ മുഹമ്മദിനടുക്കൽ ഒരിക്കൽ പരാതിയുമായി ചെന്നു. സഅദിന്റെ ഭാര്യയും സഅദിന്റെ ഭാര്യയുടെ പിതാവും കൂടെ ചെന്ന് പറഞ്ഞു, എൻ്റെ മകളെ ഇന്നയാൾ അടിച്ചു. അപ്പോൾ മുഹമ്മദ് പറഞ്ഞു, തിരിച്ചു അടിച്ചോ, പ്രതികാരം ചെയ്തേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ പ്രതികാരം ചെയ്യാൻ വേണ്ടി തിരിച്ചു പോകുമ്പോൾ അവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് മുഹമ്മദ് പറഞ്ഞു, പ്രതികാരം ചെയ്യാൻ വരട്ടെ, ജിബ്രീൽ വന്നിട്ടുണ്ട്, ജിബ്രീൽ എനിക്കിപ്പോൾ ആയത്ത് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞിട്ട് ഇറക്കിയ ആയത്താണ് ഈ ആയത്ത്. ഏതായത്ത്? അത്യാവശ്യമാണെങ്കിൽ സ്ത്രീകളെ പുരുഷന്മാർക്ക് അടിക്കാം. അതിന്റെ കാരണം സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ള ആളുകളാണ് പുരുഷന്മാർ. തുടർന്ന് മുഹമ്മദ് പറയുന്നുണ്ട്, നമ്മളൊന്ന് ആഗ്രഹിക്കും, പക്ഷെ അള്ളാഹു ആഗ്രഹിച്ചത് വേറൊരു രീതിയിലാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് അവതരിപ്പിക്കുന്നത്. ഇതേ തഫ്സീറിൽ തന്നെ പറയുന്നുണ്ട്, മുസ്ലിങ്ങൾക്കിടയിൽ പ്രതികാരത്തെക്കുറിച്ചുള്ള വാക്യം അവതരിച്ച സമയത്ത് ഒരാൾ തൻ്റെ ഭാര്യയെ അടിച്ചു. അവൾ പ്രവാചകന്റെ അടുക്കൽ ചെന്നു, അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും അദ്ദേഹത്തിന് സമാധാനം നൽകുകയും ചെയ്യട്ടെ, എൻ്റെ ഭർത്താവ് എന്നെ അടിച്ചു, ഞാൻ പ്രതികാരം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രതികാരമുണ്ടാകട്ടെ. അവൻ അവളുമായി ഇടപഴകുമ്പോൾ
അള്ളാഹു ഉന്നതനാണ്, അവൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. പുരുഷന്മാർ സ്ത്രീകളുടെ ചുമതല വഹിക്കുന്നു, കാരണം അള്ളാഹു അവരിൽ മറ്റൊരാളെ മികച്ചതാക്കിയിരിക്കുന്നു. അതായത് സ്ത്രീയേക്കാൾ മികച്ചതാണ് പുരുഷൻ, അള്ളാഹു അങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. ഇബ്നു അബ്ബാസിന്റെ തഫ്സീറിലും സമാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. അതൊന്ന് ഞാൻ വായിക്കാം. പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ അധികാരമുള്ളവരാണ്. സ്ത്രീകളുടെ ശരിയായ പെരുമാറ്റം നിരീക്ഷിക്കേണ്ട ചുമതല അവർക്കാണ്. പുരുഷന്മാർ യുക്തിയിലൂടെയും സ്ത്രീകളെക്കാൾ മികച്ചവരായി കൊള്ളയടിച്ച സ്വത്തുക്കളുടെ വിഭജനത്തിലൂടെയും സ്ത്രീകളെ പിന്തുണക്കുന്നതിനായി അവർ അവരുടെ സ്വത്തിൽ നിന്ന് ചെലവഴിക്കുന്നതിനാലും സ്ത്രീകളോട് നിർബന്ധമില്ലാത്ത സ്ത്രീധനം നൽകുന്നതിലൂടെയും, അതിനാൽ നല്ല സ്ത്രീകൾ, അദ്ദേഹം പറയുന്നു, ഭർത്താക്കന്മാരോട് ദയ കാണിക്കുന്ന ഭാര്യമാർ ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ അള്ളാഹുവിനോട് അനുസരണയുള്ളവരാണ്. ഭർത്താക്കന്മാർ ഇല്ലാത്തപ്പോൾ അള്ളാഹു സംരക്ഷിച്ചിരിക്കുന്ന സ്വന്തം വ്യക്തിത്വവും ഭർത്താക്കന്മാരുടെ സമ്പത്തും രഹസ്യമായി സംരക്ഷിക്കുന്നു. അള്ളാഹു അവർക്ക് സംരക്ഷണം നൽകി അവരെ സഹായിച്ചു. നിങ്ങൾ ഭയപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം കിടക്കയിൽ അവർ നിങ്ങളോട് അനുസരണക്കേട് കാണിക്കുന്നത് നിങ്ങൾ അറിയുക. വിശുദ്ധമായ അറിവിലൂടെയും ഖുർആനിലൂടെയും അവരെ ഉപദേശിക്കുക. അവരെ കിടക്കകളിൽ അകറ്റി നിർത്തുക. കിടക്കയിൽ നിങ്ങളുടെ മുഖം അവരിൽ നിന്ന് തിരിച്ചു കളയുക. അപ്പോൾ അവർ നിങ്ങളെ അനുസരിച്ചാൽ കിടക്കയിൽ സ്നേഹത്തിന്റെ കാര്യത്തിൽ അവർക്കെതിരെ ഒരു മാർഗവും തേടരുത്. തീർച്ചയായും അള്ളാഹു എല്ലാത്തിനുമുപരി ഉന്നതനാണ്. ഈ ഒരു ആയത്താണ് അത്യാവശ്യമെങ്കിൽ സ്ത്രീകളെ പുരുഷന്മാർക്ക് തല്ലാം. അനുസരണക്കേട് ഭയപ്പെട്ട് കഴിഞ്ഞാൽ, അനുസരണക്കേട് കാണിക്കുമെന്ന് തോന്നിയാൽ വേണമെങ്കിൽ, അത്യാവശ്യമെങ്കിൽ തല്ലാം എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുള്ള ആയത്ത്. ആ ആയത്ത് ഇറങ്ങാനുണ്ടായ ഒരു സന്ദർഭവും പറഞ്ഞു. ഇനി മറ്റൊരു ആയത്ത് നോക്കാം. സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ ബുദ്ധി കുറവാണ് എന്ന് പറയുന്ന ഒരു ആയത്താണ്. 2-ാം അധ്യായത്തിലെ 282-ാമത്തെ വചനം, അൽ ബക്കറ സൂറത്തിലെയാണ്. ആ സൂറത്തിൽ പറയുന്നത് കടം കൊടുക്കുമ്പോൾ എഴുതി വെക്കണം, സാക്ഷികൾ ഉണ്ടാകണം എന്നൊക്കെ പറയുന്ന ഒരു ആയത്താണ്. ആ ആയത്തിന്റെ അവസാനം പറയുന്നു, നിങ്ങളുടെ പുരുഷന്മാരിൽ നിന്നുള്ള 2 സാക്ഷികളോട് നിങ്ങൾ സാക്ഷ്യം വഹിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുവിൻ. അതായത് കടം കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അത് എഴുതി വെക്കണം, സാക്ഷി പറയണം എന്നൊക്കെ പറയുന്ന ഒരു ആയത്താണ്. ആ ആയത്തിൽ പറയുന്ന കാര്യമാണ്. ഇനി അവർ 2 സാക്ഷികൾ പുരുഷന്മാരില്ലെങ്കിൽ സാക്ഷികളായി നിങ്ങൾ തൃപ്തിപ്പെടുന്നവരിൽ നിന്ന് ഒരു പുരുഷനും 2 സ്ത്രീകളുമാകട്ടെ. അവർ 2-ലൊരുവൾക്ക് പിഴവ് പറ്റുകയും അപ്പോൾ അവരിലൊരുവൾ മറ്റവളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി. അതായത് സ്ത്രീകൾക്ക് പിഴവ് പറ്റും. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ മറ്റേ സ്ത്രീ അവരെ ഓർമ്മിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരു പുരുഷനെയും 2 സ്ത്രീയെയും സാക്ഷിയാക്കി നിർത്താനായിട്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. പുരുഷന് മറവിയൊന്നും സംഭവിക്കില്ല, പിഴവൊന്നും സംഭവിക്കില്ല എന്നാണ് അള്ളാഹു അതുവഴി നമ്മളോട് പറയുന്നത്. സാക്ഷികൾ സാക്ഷ്യത്തിന് വിളിക്കപ്പെടുമ്പോൾ അവർ വിസമ്മതിക്കുകയും ചെയ്യരുത്. ചെറുതാകട്ടെ വലുതാകട്ടെ അത് അതിൻ്റെ അവധി വരെ എഴുതി വെക്കുവാൻ നിങ്ങൾ മടിക്കുകയും ചെയ്യരുത്. അതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ നീതിപൂർവമായതും സാക്ഷ്യത്തിന് കൂടുതൽ ബലം നൽകുന്നതും നിങ്ങൾ സന്ദേഹപ്പെടാതിരിക്കാൻ കൂടുതൽ സൗകര്യമായതുമാകുന്നു എന്ന് പറഞ്ഞു പോകുന്ന ഒരു ആയത്താണ്. ഈ ആയത്തിലാണ് പറയുന്നത് സ്ത്രീകൾക്ക് പുരുഷന്റെ പകുതി ബുദ്ധിയുള്ളൂ. ഒരു പുരുഷൻ ഈസ് ഈക്വൽ ടു 2 സ്ത്രീ എന്നാണ് കണക്ക്. അതുകൊണ്ടാണ് പറയുന്നത് 2 സാക്ഷികൾ. ഇനി 2 സാക്ഷികളില്ലെങ്കിൽ, 2 പുരുഷ സാക്ഷികളില്ലെങ്കിൽ ഒരു പുരുഷ സാക്ഷിയും 2 സ്ത്രീ സാക്ഷിയും ആകാം. 2 സ്ത്രീ സാക്ഷിയാകുന്നത് എന്തിനാണ്? ഒരു സ്ത്രീക്ക് മറന്നുപോയാൽ മറ്റേ സ്ത്രീ അത് ഈ മറന്നുപോയ സ്ത്രീയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അള്ളാഹു പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് ഹദീസുകളും വരുന്നുണ്ട്. അമാനി പറയുന്ന ഒരു കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. അമാനി മൗലയുടെ തഫ്സീറാണ്. സംഗതി വശാൽ 2 പുരുഷന്മാരെ സൗകര്യപ്പെട്ടില്ലെങ്കിൽ ഒരു പുരുഷനും 2 സ്ത്രീകളുമാവാം. സ്ത്രീകളുമായി പ്രത്യേക ബന്ധമുള്ള ചില കാര്യങ്ങളിൽ സ്ത്രീകളുടെ സാക്ഷ്യത്തിന് പ്രത്യേക സ്ഥാനം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇടപാടുകളുടെ കാര്യത്തിൽ സ്ത്രീകൾ മാത്രം സാക്ഷികളായാൽ പോരാ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതേതാണ് കാര്യമെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. സ്ത്രീകളുടെ സാക്ഷ്യത്തിന് പ്രത്യേക സ്ഥാനം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ നമുക്കതൊന്ന് നോക്കാം. ഒരു പുരുഷന്റെ സ്ഥാനത്ത് 2 സ്ത്രീകൾ വേണമെന്ന് വെക്കുവാൻ കാരണം അവർക്ക് പലപ്പോഴും ഓർമ്മത്തെറ്റും പിഴവും പിണഞ്ഞേക്കുമെന്നുള്ളതാണ് എന്നുകൂടി അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. ഒരുവൾക്ക് അബദ്ധം പിണഞ്ഞാൽ മറ്റവൾ അത് ഓർമ്മപ്പെടുത്തി തിരുത്തിക്കൊടുക്കുവാൻ ഇത് ഉതകുമല്ലോ. അപ്പോൾ പുരുഷന് മറവിയൊന്നും വരില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. സ്ത്രീക്ക് ചിലപ്പോൾ ഓർമ്മത്തെറ്റും പിഴവും ഒക്കെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ മറ്റാൾ ഓർമ്മിപ്പിക്കും. അപ്പോൾ 2 ആളും മറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് അത്യാവശ്യമുള്ളൊരു കാര്യമാണോ എന്നാണ് ചിന്തിക്കേണ്ടത്. പക്ഷെ നമ്മുടെ വിഷയം സ്ത്രീ വിരുദ്ധതയായതുകൊണ്ട് നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ മാത്രമാണ് പരിശോധിക്കുന്നത്. ഇവിടെ സ്ത്രീക്ക് ബുദ്ധിയില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്നാണ് അള്ളാഹു പറയുന്നത്. അങ്ങനെ അള്ളാഹു സൃഷ്ടിച്ചു വിട്ടപ്പോൾ ബുദ്ധി കുറച്ചേ അവർക്ക് കൊടുത്തുള്ളൂ. അത് അള്ളാഹുവിൻ്റെ കുറ്റമാണോ സ്ത്രീകളുടെ കുറ്റമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. വ്യക്തികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചില സ്ത്രീകൾ ബുദ്ധിയിലും ഓർമ്മശക്തിയിലുമൊക്കെ പല പുരുഷന്മാരെയും കവച്ചു വെക്കാമെങ്കിലും സ്ത്രീയും പുരുഷനും തമ്മിൽ പൊതുവെയുള്ള ബുദ്ധിപരമായ വ്യത്യാസമാണ് അള്ളാഹു ഇത് മുഖേന സൂചിപ്പിക്കുന്നത്. അമാനി പറയുന്നതാണ്,
ഒരിക്കൽ നബി സ്ത്രീകളോട് ഇങ്ങനെ ഉപദേശിക്കുകയുണ്ടായി. ഇതൊരു ഹദീസാണ്, അമാനി കോട്ടയത്തെ ഹദീസാണ്. നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുകയും അധികമായി പാപമോചനം തേടുകയും ചെയ്യണം. നരകക്കാരിൽ സ്ത്രീകൾ അധികമായിട്ടാണ് എനിക്ക് കാണിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീ അതിന് കാരണം ചോദിച്ചു. തിരുമേനി പറഞ്ഞു, നിങ്ങൾ ബന്ധുക്കളോട് നന്ദികേട് കാണിക്കുകയും ശാപം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ബുദ്ധിയും മതവും കുറവായ നിങ്ങളിലൊരുവൾ ദൃഢമനസ്കനായ ഒരു പുരുഷന്റെ ബുദ്ധിയെ പരാജയപ്പെടുത്തുന്നതിനേക്കാൾ മറ്റാരെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, ഞങ്ങൾക്ക് ബുദ്ധിയിലും മതത്തിലും എന്താണ് കുറവ്? മുഹമ്മദ് പറയാണ്, സ്ത്രീകളുടെ ഒരു സദസ്സിൽ മുഹമ്മദ് പറയാണ്, നിങ്ങൾക്ക് ബുദ്ധിയും ദീനും കുറവാണ്. അപ്പൊ ഒരു സ്ത്രീ തിരിച്ച് മുഹമ്മദിനോട് ചോദിച്ചു, അതെന്താ ഞങ്ങൾക്ക് ബുദ്ധിയിലും ദീനിലും എന്താണ് കുറവ് എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് പറയാണ്, രണ്ട് സ്ത്രീയുടെ സാക്ഷ്യം ഒരു പുരുഷന്റെ സ്ഥാനത്ത് നിലകൊള്ളുന്നു എന്നുള്ളത് അവളുടെ ബുദ്ധിയുടെ കുറവ് നിമിത്തമാണ്. അവൾ ദിവസങ്ങളോളം നമസ്കരിക്കാതെയും റമദാനിൽ നോമ്പ് നോൽക്കാതെയും കഴിഞ്ഞുകൂടുന്നത്, അതായത് പീരീഡ്സ് ആവുന്ന സമയത്ത് കഴിഞ്ഞുകൂടുന്നത് അവളുടെ മതത്തിലുള്ള കുറവുമാകുന്നു. ഇത് മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു സഹീഹായിട്ടുള്ള ഒരു ഹദീസാണ്. അതായത് അള്ളാഹു മുഹമ്മദും ഒരേപോലെ പറയുന്നു, സ്ത്രീക്ക് ബുദ്ധി കുറവാണ്, സ്ത്രീക്ക് ദീന് കുറവാണ്. സാക്ഷിയായി വരുമ്പോൾ രണ്ട് സ്ത്രീകൾ ഒരു പുരുഷന് തുല്യമാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു ആയത്തും ഒരു ഹദീസുമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇവിടെ ഒരു ചോദ്യം വരുന്നത്, സ്ത്രീക്ക് ബുദ്ധി കുറവായത് സ്ത്രീയുടെ കുഴപ്പമാണോ, സ്ത്രീയെ അങ്ങനെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ കുഴപ്പമാണോ? നമുക്ക് അടുത്ത ആയത്ത് നോക്കാം. സ്വത്ത് വിഭജനം സംബന്ധിച്ച ഒരു ആയത്താണ്. 4-ാം അധ്യായത്തിലെ 11-ാമത്തെ വചനം. ഈ വചനപ്രകാരം സ്ത്രീക്ക് പുരുഷന്റെ പകുതി സ്വത്തിന് മാത്രമാണ് അവകാശമുള്ളത്. അതായത് ഒരു പുരുഷന് 2 സ്ത്രീകളുടെ ഓഹരി കിട്ടും. ആയത്ത് ഞാൻ വായിക്കാം. നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു, ആണിന് 2 പെണ്ണിന്റെ ഓഹരിക്ക് തുല്യമായതുണ്ട് എന്ന്. എന്നാൽ അവർ 2 മീതെ സ്ത്രീകളായിരുന്നാൽ അവർക്ക് അവൻ വിട്ടേച്ച് പോയതിന്റെ 3/2 അംശം ഉണ്ടായിരിക്കും. അവൾ ഒരുവളാണെങ്കിൽ അവൾക്ക് പകുതിയുമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്ന ഒരു ആയത്താണ്. ഈ ആയത്തിൽ പറയുന്നത് പുരുഷന്റെ സ്വത്ത് എന്ന് പറയുന്നത്, പുരുഷന് കിട്ടുന്ന സ്വത്ത് എന്ന് പറയുന്നത് 2 സ്ത്രീകൾക്ക് തുല്യമായ സ്വത്താണ്. പുരുഷൻ എത്രയാണോ സ്വത്ത് വിഭജിച്ച് കിട്ടുന്നത് അതിന്റെ പകുതിയാണ് സ്ത്രീക്ക് കിട്ടുക എന്നാണ് പറയുന്നത്. അമാനി അതിനും ഒരു ന്യായീകരണം കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന് വായിച്ചു പോകാം. സ്ത്രീയും പുരുഷനും തമ്മിൽ പദവി വ്യത്യാസമുണ്ടെങ്കിലും മാതാപിതാക്കളുമായുള്ള ഇരു കൂട്ടരുടെയും ബന്ധം ഒരുപോലെയാണെന്നിരിക്കെ 2 കൂട്ടർക്കും ഒരേ തോതിൽ അവകാശം നൽകപ്പെടേണ്ടതല്ലേ എന്ന് ചോദിക്കപ്പെടാം. ധനത്തിന്റെ ആവശ്യം സ്ത്രീയേക്കാൾ പുരുഷനാണ് നേരിടുന്നത്. സ്ത്രീകളുടെ ഭക്ഷണം, പാർപ്പിടം മുതലായ അത്യാവശ്യ ചെലവുകളെല്ലാം നിർവഹിച്ചു കൊടുക്കേണ്ടുന്ന ബാധ്യതയും പുരുഷനാണുള്ളത്. കൂടാതെ പുറം കാര്യങ്ങളിൽ ധനവ്യയത്തിന്റെ ആവശ്യവും പുരുഷനായിരിക്കും കൂടുതൽ നേരിടുക. ഇതാണ് പുരുഷന് സ്ത്രീയുടെ ഇരട്ടി നിശ്ചയിച്ചതിൽ അടങ്ങിയ ചില തത്വങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോവാണ്. ഇതെല്ലാം 7-ാം നൂറ്റാണ്ടിലെ ഗോത്ര ജീവിതത്തിലേക്ക് മാത്രം ഫിറ്റാകുന്ന ചില കാര്യങ്ങളാണ്. ഇന്നത്തെ കാലത്ത് പുരുഷൻ മാത്രമൊന്നുമല്ല ചെലവ് നോക്കുന്നത്, അല്ലെങ്കിൽ മാതാപിതാക്കളെ നോക്കുന്നതും പുരുഷൻ മാത്രമൊന്നുമല്ല. ജോലിക്ക് പോകുന്ന സ്ത്രീകൾ എത്രയോ ഉണ്ട്, സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന സ്ത്രീകൾ എത്രയോ ഉണ്ട്. അപ്പോൾ ഈ ആധുനിക കാലത്ത് ഇതൊന്നും നടപ്പാകുന്ന കാര്യമല്ല, ഇതൊന്നും നടപ്പിലാക്കാൻ പറ്റുകയുമില്ല. ഇതെല്ലാം തന്നെ ഒരു ഗോത്രകാലത്ത് 7-ാം നൂറ്റാണ്ടിലും മറ്റും ഉണ്ടായിരുന്ന ഗോത്രകാലത്ത് പുരുഷൻ ജോലിക്ക് പോവുകയും സ്ത്രീ വീട്ടിലിരിക്കുകയും ചെയ്തിരുന്ന ആ കാലത്ത് നടപ്പിലായിരുന്ന ഗോത്ര നിയമങ്ങളാണ്. ഒരു ദൈവം എല്ലാ കാലത്തേക്കുമായിട്ട് ഇറക്കുമ്പോൾ ഈ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഉള്ള നിയമങ്ങൾ ഇറക്കാനായിട്ട് അറിവുള്ളവനായിരിക്കണമായിരുന്നു. നമുക്കിത്തരം വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകാവുന്ന ഒരു കാര്യം, 7-ാം നൂറ്റാണ്ടിലെ അറേബ്യയിലെ ഗോത്ര ജീവിതത്തിന് അന്നത്തെ ഗോത്ര നേതാവായിരുന്ന മുഹമ്മദ് ഏർപ്പാടാക്കിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണിത്. അതിനപ്പുറം ഇതിലൊന്നും യാതൊരു ദൈവികതയുമില്ല, അമാനുഷികതയുമില്ല. മാത്രമല്ല ഈ വചനങ്ങളെല്ലാം തന്നെ സ്ത്രീ വിരുദ്ധവുമാണ്. സ്ത്രീയെ വില കുറച്ച് കാണുന്ന ഒരു ഏർപ്പാടാണ് ഈ വചനങ്ങളിലെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അടുത്തതായിട്ട് സ്ത്രീയെ കൃഷിയിടമായി ഉപമിക്കുന്ന ഒരു വിവാദപരമായിട്ടുള്ള ഒരായത്ത് നമുക്ക് പരിശോധിക്കാം. 2-ാം അധ്യായത്തിലെ 223-ാമത്തെ വചനം. നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാകുന്നു, അതിനാൽ നിങ്ങളുടെ കൃഷിയുടെ അടുക്കൽ നിങ്ങൾ എങ്ങനെ ഉദ്ദേശിച്ചുവോ അപ്രകാരം ചെന്നുകൊള്ളുക. നിങ്ങൾ നിങ്ങൾക്ക് തന്നെ വേണ്ടത് മുൻകൂട്ടി ചെയ്തു വെക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും നിങ്ങൾ അവനുമായി കണ്ടുമുട്ടുന്നവരാണെന്ന് അറിയുകയും ചെയ്യുവിൻ. നബിയെ, സത്യവിശ്വാസികൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുക. നമ്മൾ നേരത്തെ വായിച്ച ആയത്തിലെ സന്ദർഭം പോലെ തന്നെ ഇതും ഒരു സ്ത്രീ പരാതിയുമായി വന്നപ്പോൾ ഇറങ്ങിയ ഒരായത്താണെന്നാണ് നമുക്ക് തഫ്സീറുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഹദീസുകളിലും ഇതിന്റെ സന്ദർഭം വിവരിക്കുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. അമാനി മൗലവി എന്താണ് പറയുന്നത് നോക്കാം. ഇമാം അഹമ്മദും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസിന്റെ ചുരുക്കം ഇങ്ങനെയാണ്: സ്ത്രീകൾക്ക് ആർത്തവകാലമായാൽ യഹൂദികൾ അവരൊന്നിച്ച് ഭക്ഷണം കഴിക്കുകയോ വീട്ടിൽ ഒന്നിച്ച് പെരുമാറുകയോ ചെയ്തിരുന്നില്ല. സഹാബികൾ ഇതിനെക്കുറിച്ച് നബിയോട് ചോദിച്ചു.
അപ്പോഴാണ് ഈ വചനം അവതരിച്ചത്. അങ്ങനെ സംഭോഗമൊഴിച്ചുള്ളതെല്ലാം ചെയ്തു കൊള്ളാമെന്ന് നബി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഈ മനുഷ്യന് നമ്മോട് എതിര് പ്രവർത്തിക്കണമെന്നേയുള്ളൂ എന്ന് യഹൂദികൾ പറയുകയുണ്ടായി. അതായത് ആർത്തവ കാലത്ത് യഹൂദികൾ സ്ത്രീകളുമായിട്ട് വലിയ അടുപ്പം കാണിക്കാറില്ല, അവരെ അകറ്റി നിർത്തും. ഈ സംഭവത്തെക്കുറിച്ച്, ഇങ്ങനെയുള്ള ഒരു ആചാരത്തെക്കുറിച്ച് മുഹമ്മദിനോട് ചോദിച്ചപ്പോൾ സംഭോഗമല്ലാത്ത മറ്റു കാര്യങ്ങളൊക്കെ ആകാമെന്ന് മുഹമ്മദ് പറഞ്ഞു എന്നാണ് ഈ വിഷയത്തിലെ ഒരു സന്ദർഭം. ഈ ആയത്തിറങ്ങിയതിന്റെ ഒരു സന്ദർഭം അതാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ചില സ്വഹാബികൾ വന്ന് നബിയോട്, എന്നാൽ നമുക്ക് സംഭോഗവും കൂടി നടത്തിയാൽ എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ നബിയുടെ മുഖഭാവം മാറി ദേഷ്യപ്പെട്ടു. ഇവിടെ ഈ ആയത്ത് തന്നെ ഒന്നാന്തരം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരായത്താണ്. കാരണം സ്ത്രീയെ ഒരു വ്യക്തിയായി പോലും പരിഗണിക്കുന്നില്ല, പകരം പുരുഷന്റെ കൃഷിയിടമാണ്, പുരുഷന് ഇഷ്ടമുള്ള രീതിയിൽ അവിടെ പ്രവേശിക്കാനുള്ള ഒരു അനുമതി നൽകുന്ന ഒരു ആയത്താണ്. അനുമതിയല്ല, ഒരു അവകാശം നൽകുന്ന ആയത്താണ്. സ്ത്രീയെ ഒരു വ്യക്തിയായിട്ട് പോലും പരിഗണിക്കുന്നില്ല. പുരുഷൻ എങ്ങനെയാണോ താല്പര്യം, ആ താല്പര്യം അനുസരിച്ച് വഴങ്ങിക്കൊടുക്കേണ്ട ഒരു ഭോഗവസ്തു മാത്രമാണ് സ്ത്രീ എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുള്ളത്. ഇതിന്റെ തഫ്സീറുകൾ എഴുതിയിട്ടുള്ള പണ്ഡിതന്മാരും അതിനേക്കാൾ വലിയ സ്ത്രീ വിരുദ്ധതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തുടർന്ന് വായിക്കാം. നിങ്ങളുടെ സ്ത്രീകൾ, ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാണ് എന്ന വാക്യം വളരെ മഹത്തായ ഒരു തത്വത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അമാനി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വളരെ മഹത്തായ ഒരു തത്വമാണ് പോലും. ഒരു സ്ത്രീയെ ഒരു വ്യക്തിയായി പോലും പരിഗണിക്കാതെ പകരം കൃഷിയിടമാണ്, ഒരു ഭോഗവസ്തുവാണ് എന്ന് പറയുന്നത് വളരെ മഹത്തായ കാര്യമാണ് എന്നാണ് അമാനി പറയുന്നത്. ഇപ്പോൾ ഒരു അർത്ഥത്തിൽ കൃഷിയിടം തന്നെയാണ് ഭാര്യമാരും. കൃഷിയുടെ നന്മയും അനുകൂല സാഹചര്യങ്ങളും പൊതുവെ കർഷകന് ആനന്ദവും സന്തോഷവും ഉളവാക്കുന്നതായിരിക്കുമെങ്കിലും അതിൽ നിന്നുള്ള വിളവാണല്ലോ അവന്റെ ലക്ഷ്യം. അതുപോലെ സന്താനമാണ് ഈ കൃഷിയുടെ സാക്ഷാൽ ലക്ഷ്യം. മനുഷ്യവർഗം ഈ ലോകത്ത് നിലനിൽക്കുന്നതും വളർന്നു വർദ്ധിക്കുന്നതും ഈ കൃഷിയിലൂടെയാകുന്നു. സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹു നിശ്ചയിച്ച ഒരു പ്രകൃതി നിയമം അത്രേ അത്. ഭാര്യമാർ കൃഷിയിടമാണെന്ന് പറഞ്ഞ ശേഷം അതുകൊണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ച പ്രകാരം ചെന്നുകൊള്ളുക എന്നുകൂടി അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. അതെ, അവരുടെ അടുക്കൽ ചെല്ലുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിധമെല്ലാം സ്വീകരിക്കാമെന്ന് സാരം. എന്നാൽ ഉൽപാദനത്തിന് യുക്തമായ മാർഗങ്ങളിലൂടെ ആയിരിക്കണം കൃഷിയിടങ്ങളിൽ പ്രവേശിക്കുന്നതെന്നും അതിന് വിരുദ്ധമായ പ്രവേശനങ്ങൾ ശരിയല്ലെന്നും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതായത് യോനിയിൽ മാത്രമായിരിക്കണം സംഭോഗം ചെയ്യുന്നത്, ഏനൽ സെക്സ് പാടില്ല എന്നാണ് പറഞ്ഞത് എന്നാണ് അമ്മാനി പറയുന്നത്. ഏനൽ സെക്സ് പാടില്ല എന്ന് ഖുർആനിൽ ഡയറക്റ്റ് ആയിട്ട് വേഴ്സസ് ഒന്നുമില്ല, ഹദീസുകളിലാണുള്ളത്. അത് വെച്ചിട്ടാണ് ഈ തഫ്സീർ ചെയ്തിട്ടുള്ള ആളുകൾ ഇതാണ് അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ ഇതിന്റെ സാരാംശം അങ്ങനെയാണെന്ന് പറയുന്നത് ഹദീസുകൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്, ഖുർആനിൽ നേരിട്ടില്ല. ഇവിടെ നമ്മൾ പറയാൻ വന്ന വിഷയം ഏനൽ സെക്സിനെ കുറിച്ചല്ല. ഇവിടെ പറയുന്നത് സ്ത്രീകൾ ഒരു കൃഷിയിടമാണെന്നാണ്. പുരുഷന് ഇഷ്ടമുള്ള രീതിയിൽ, സ്ത്രീയുടെ ഇഷ്ടം പോലും അവിടെ പരിഗണിക്കുന്നില്ല. സ്ത്രീക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത് പോലും അവിടെ പരിഗണിക്കുന്ന വിഷയമല്ല. തുടർന്ന് വരുന്ന ഒരുപാട് ഹദീസുകളിൽ സ്ത്രീകളുടെ താല്പര്യമോ സമ്മതമോ പരിഗണിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഹദീസുകൾ തുടർന്ന് വരുന്നുണ്ട്. അതും കൂടെ നോക്കാം. ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം വാഹിദി തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഞാൻ വായിക്കാം. യഹൂദന്മാർ പറയാറുണ്ടായിരുന്നു, ആരെങ്കിലും തന്റെ ഭാര്യയെ പിന്നിൽ നിന്ന് തുളച്ചു കയറുകയാണെങ്കിൽ ഈ ലൈംഗിക ബന്ധത്തിന്റെ ഫലമായി അവർക്ക് ജനിക്കുന്ന കുട്ടി മറുകണ്ണുള്ളതായി ജനിക്കും. അതായത് കോങ്കണ്ണുള്ള കുട്ടി ജനിക്കും. പിറകിലൂടെ ബന്ധപ്പെട്ടാൽ, അതായത് ഡോഗി പൊസിഷനിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ജനിക്കുന്ന കുട്ടികൾ കോങ്കണ്ണുള്ള കുട്ടിയായിട്ട് ജനിക്കുമെന്ന് യഹൂദന്മാർക്കിടയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇക്കാരണത്താൽ അൻസാറുകളുടെ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരെ പിന്നിൽ നിന്ന് തുളച്ചു കയറാൻ അനുവദിച്ചില്ല. അവരിൽ ഒരു കൂട്ടം അള്ളാഹുവിന്റെ ദൂതനെ കാണാൻ പോയി. അള്ളാഹു അദ്ദേഹത്തിന് സമാധാനം നൽകട്ടെ, അവരുടെ ആർത്തവ സമയത്ത് ഭാര്യമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. ജൂതന്മാരുടെ വാദത്തെക്കുറിച്ചും. അള്ളാഹു മഹത്വവും ഉന്നതനുമാണ്, അതിനാൽ അവൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആർത്തവത്തെക്കുറിച്ച് അവർ നിങ്ങളോട് ചോദിക്കുന്നു, പറയുക ഇതൊരു രോഗമാണ്. അതിനാൽ അത്തരം സമയങ്ങളിൽ സ്ത്രീകളെ വെറുതെ വിടുക. അവർ ശുദ്ധീകരിക്കപ്പെടുന്നത് വരെ അവരിലേക്ക് പ്രവേശിക്കരുത്. അവർ സ്വയം ശുദ്ധീകരിക്കപ്പെട്ടാൽ, അതായത് ഒരു പ്രധാന ആചാരപരമായ വുളു നടത്തുക. അവർ സ്വയം ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചതുപോലെ അവരിലേക്ക് പ്രവേശിക്കുക. അതായത് മുന്നിൽ നിന്ന്. തീർച്ചയായും അള്ളാഹു തന്നിലേക്ക് മടങ്ങുന്നവരെ സ്നേഹിക്കുന്നു, ശുചിത്വം പാലിക്കുന്നവരെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങൾക്കുള്ള ഒരു കൃഷിയിടമാണ്. അതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് പോകുക. കാരണം അത് കൃഷിയിടത്തിലാണ് കുട്ടി വളരുന്നത്, അത് അവിടെ നിന്നാണ് പുറത്തു വരുന്നത്. അപ്പൊ ഇതിന്റെ സന്ദർഭം ഇതാണ്. ഇങ്ങനെ ജൂതന്മാർക്കിടയിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഡോഗി പൊസിഷനിൽ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ജനിക്കുന്ന കുട്ടി കോങ്കണ്ണുള്ള കുട്ടിയായി ജനിക്കും. അതുകൊണ്ട് തന്നെ മദീനയിലെ അൻസാർ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരെ, മക്കയിൽ നിന്ന് വന്ന് മദീനയിലെ സ്ത്രീകളെ കല്യാണം കഴിച്ച ആളുകളെ സ്ത്രീകൾ ആ രീതിയിലുള്ള ബന്ധത്തിന് സമ്മതിച്ചില്ല. അങ്ങനെ വന്ന് പരാതി പറഞ്ഞപ്പോൾ മുഹമ്മദ് പറഞ്ഞതാണ്, ആയത്തിറങ്ങിയതാണ്, അള്ളാഹു ഇറക്കി കൊടുത്തതാണ് ആയത്ത്. സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, നിങ്ങൾ ഇച്ഛിക്കുന്ന വിധം നിങ്ങൾക്ക് പ്രവേശിക്കാമെന്നുള്ള ആയത്ത്. ഇനി നമുക്ക് ചില ഹദീസുകൾ നോക്കാം. മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഒരു ഹദീസ്
ഞാൻ ആദ്യം വായിക്കാം. മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ ആധികാരികതയിൽ ഒരു തർക്കവും ഇല്ലാത്ത ഹദീസുകളാണ്. അതായത് സഹീഹ് ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഒരുപോലെ വന്നിട്ടുള്ള ഹദീസുകളെയാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറയുക. നമുക്ക് അത്തരത്തിലുള്ള ഒരു 2 ഹദീസ് നോക്കാം. സഹീഹ് ബുഖാരി 5193. അബൂ ഹുറൈറ നിവേദനം. നബീസ പറഞ്ഞു, ഒരാൾ തൻ്റെ ഭാര്യയെ തന്നോടൊപ്പം കിടക്കാൻ ക്ഷണിച്ചാൽ അവൾ തൻ്റെ അടുത്തേക്ക് വരാൻ വിസമ്മതിച്ചാൽ മലക്കുകൾ അവളുടെ മേൽ രാവിലെ വരെ ശാപം ചൊരിഞ്ഞുകൊണ്ടിരിക്കും. മറ്റൊരു ഹദീസ് സഹീഹ് ബുഖാരി തന്നെയാണ്, 5194. അബൂ ഹുറൈറ നിവേദനം. നബി പറഞ്ഞു, ഒരു സ്ത്രീ ഭർത്താവിൻ്റെ കിടക്ക വിട്ട് രാത്രി കഴിച്ചു കൂട്ടിയാൽ അയാളോടൊപ്പം ഉറങ്ങാതെ അവൾ ഭർത്താവിൻ്റെ അടുത്തേക്ക് മടങ്ങി വരുന്നത് വരെ മലക്കുകൾ അവളുടെ മേൽ ശാപം ചൊരിയുന്നതാണ്. അതായത് ഇവിടെ ലൈംഗിക ബന്ധത്തിന് സ്ത്രീകളുടെ സമ്മതമോ താല്പര്യമോ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു ഹദീസാണിത്. പുരുഷൻ ക്ഷണിച്ചു കഴിഞ്ഞാൽ, ഭർത്താവ് ക്ഷണിച്ചു കഴിഞ്ഞാൽ സ്ത്രീ ചെന്നിരിക്കണം. ഭർത്താവ് ക്ഷണിച്ചിട്ട് സ്ത്രീ ചെന്നില്ലെങ്കിൽ ഒരു മലക്കിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ മലക്ക് നേരം വെളുക്കുന്നത് വരെ, അല്ലെങ്കിൽ ഈ ഭർത്താവിനടുത്തേക്ക് സ്ത്രീ ചെല്ലുന്നത് വരെ ഇവളെ ശപിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് മുഹമ്മദ് പറഞ്ഞതായിട്ടുള്ള മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഈ ഹദീസ്. സഹീഹ് മുസ്ലിമിലും സമാന സംഭവം പറയുന്ന ഹദീസുണ്ട്. അതും കൂടെ ഞാനൊന്ന് വായിക്കാം. 1436 സഹീഹ് മുസ്ലിമാണ്. അബൂ ഹുറൈറ നിവേദനം. അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു, ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ വിരിപ്പിൽ നിന്ന് അകന്ന് രാത്രി കഴിച്ചു കൂട്ടിയാൽ പ്രഭാതം വരെ മലക്കുകൾ അവളെ ശപിക്കും. സ്ത്രീക്ക് എന്തെങ്കിലും കാരണം കൊണ്ട്, ഒരു താല്പര്യക്കുറവ്, മൂടില്ലായ്ക, വയ്യായിക, അങ്ങനെ എന്തെങ്കിലും കാര്യം കൊണ്ട് സ്ത്രീ ഭർത്താവ് ക്ഷണിച്ചപ്പോൾ ചെന്നില്ല. അങ്ങനെ ചെന്നില്ലെങ്കിൽ മലക്കുകൾ രാവിലെ വരെ ഈ സ്ത്രീയെ ശപിച്ചുകൊണ്ടിരിക്കും എന്നാണ്. അതിനു വേണ്ടി, ഇങ്ങനെ ശപിക്കാൻ വേണ്ടി ചില മലക്കുകളെ അള്ളാഹു ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. വേറെ ചില ഹദീസുകൾ കൂടി നോക്കാം. സമാനമായ സ്വഭാവമുള്ള മറ്റു ചില ഹദീസുകൾ കൂടി നോക്കാം. ജാമിഅ തിർമിദിയിലെ 1160. ത്വൽക്ക് ബിൻ അലി നിവേദനം. അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു, ഒരാൾ തൻ്റെ ഭാര്യയെ തൻ്റെ ആവശ്യം നിറവേറ്റാൻ വിളിച്ചാൽ അവൾ അടുപ്പിനടുത്താണെങ്കിൽ പോലും അവൾ വരട്ടെ. പാചകം ചെയ്യാൻ വേണ്ടി അടുപ്പിനടുത്തിരിക്കുന്ന സ്ത്രീ ആണെങ്കിലും ഭർത്താവ് വിളിച്ചാൽ ചെന്നിരിക്കണം എന്നാണ് പറയുന്നത്. ഭാര്യയുടെ അസൗകര്യം, സമ്മതം, താല്പര്യം അതൊന്നും പരിഗണിക്കാതെയുള്ള ഒരു ഹദീസാണിത്. മറ്റൊരു ഹദീസും കൂടെ വായിക്കാം. സുനൻ ഇബ്നു മാജയിലെ 1853 ഹസൻ ഗ്രേഡിനുള്ള ഹദീസാണ്. അബ്ദുല്ല ബിൻ അബു ഔഫ പറഞ്ഞു, മുആദ് ബിൻ ജബൽ ഷാമിൽ നിന്ന് വന്നപ്പോൾ അദ്ദേഹം പ്രവാചകനെ സാഷ്ടാംഗം ചെയ്തു. അദ്ദേഹം ചോദിച്ചു, ഇതെന്താണ് മുആദ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഷാമിലേക്ക് പോയി അവരുടെ ബിഷപ്പുമാർക്കും പിതാക്കന്മാർക്കും അവർ സാഷ്ടാംഗം ചെയ്യുന്നത് ഞാൻ കണ്ടു. നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു. അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്. അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് സാഷ്ടാംഗം പ്രണമിക്കാൻ ഞാൻ ആരോടെങ്കിലും കൽപ്പിച്ചിരുന്നെങ്കിൽ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാർക്ക് സാഷ്ടാംഗം പ്രണമിക്കാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. ഷാമിൽ നിന്ന് വന്ന മുആദ് ബിൻ ജബൽ എന്ന് പറയുന്ന വ്യക്തി മുഹമ്മദിൻ്റെ അടുത്ത് ചെന്ന് മുഹമ്മദിനെ കണ്ടപ്പോൾ സാഷ്ടാംഗം നമസ്കരിച്ചു. അങ്ങനെ നമസ്കരിച്ചപ്പോൾ മുഹമ്മദ് പറഞ്ഞു, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അള്ളാഹു അല്ലാത്ത ആരെയെങ്കിലും നമസ്കരിക്കാനായിട്ട് ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ അത് ഭർത്താക്കന്മാരെ നമസ്കരിക്കാൻ സ്ത്രീകളോടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ശേഷം പറയുന്ന കാര്യമാണ്, മുഹമ്മദിൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ഒരു സ്ത്രീക്കും തൻ്റെ ഭർത്താവിനോടുള്ള കടമ നിറവേറ്റുന്നത് വരെ അള്ളാഹുവിനോടുള്ള കടമ നിറവേറ്റാൻ കഴിയില്ല. അവൻ അവളോട് ചോദിച്ചാൽ അവൾ ഒട്ടകപ്പുറത്ത് ഇരിക്കുകയാണെങ്കിൽ പോലും അവൾ നിരസിക്കരുത്. ഒട്ടകപ്പുറത്താണെങ്കിൽ പോലും ഭർത്താവ് ക്ഷണിച്ചാൽ അവളത് നിരസിക്കരുത് എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. ഇവിടെയും സ്ത്രീയെ ഒരു ഭോഗവസ്തു എന്നതിനപ്പുറം സ്ത്രീക്ക് ഒരു വ്യക്തിത്വമുണ്ടെന്നോ സ്ത്രീ ഒരു വ്യക്തിയാണെന്നോ ഒരു മനുഷ്യനാണെന്നോ പോലും ഇവിടെ അള്ളാഹുവോ മുഹമ്മദോ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്രയുമുള്ള ഹദീസുകളും ഖുർആൻ ആയത്തുകളും ഒക്കെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ഇനി നമുക്ക് ഖുർആനിലേക്ക് പോകാം. 4-ാം അധ്യായത്തിലെ 24-ാമത്തെ വചനം ഞാനൊന്ന് വായിക്കാം. അൻ-നിസാ സൂറത്തിലെ ആയത്താണ്. സ്ത്രീകളിൽ നിന്നും പാതിവൃത്യം സിദ്ധിച്ചവരും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരൊഴികെ. നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ നിയമനം, അവൻ നിയമിച്ചതാണിതെല്ലാം. അപ്പുറത്തിനപ്പുറമുള്ളത് നിങ്ങൾക്ക് അനുവദനീയമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതെ, വിടന്മാരില്ലാത്ത നിലയിൽ, ചാരിത്രം സൂക്ഷിക്കുന്നവരായ നിലയിൽ നിങ്ങളുടെ ധനം കൊണ്ട് നിങ്ങൾ സ്ത്രീകളെ തേടിയെടുക്കുവാൻ വേണ്ടി അതിനാണ് അങ്ങനെ അനുവദിച്ചിരിക്കുന്നത്. അങ്ങനെ അവരിൽ നിന്ന് യാതൊരുവരെ കൊണ്ട് നിങ്ങൾ ഉപയോഗമെടുത്തുവോ അവർക്ക് നിങ്ങൾ അവരുടെ പ്രതിഫലങ്ങൾ, വിവാഹമൂല്യങ്ങൾ ഒരു നിശ്ചിത ബാധ്യതയായി നിർബന്ധപൂർവം കൊടുക്കുവിൻ. ഈ വിവാഹമൂല്യങ്ങൾ നിർബന്ധപൂർവം അതൊക്കെ ബ്രാക്കറ്റിലാണ് കേട്ടോ, ഖുറാനുള്ളതല്ല. അത് തഫ്സീറിൽ ഈ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയതാണ്.
ആ ബാധ്യതാ നിശ്ചയത്തിന് ശേഷം നിങ്ങൾ പരസ്പരം യാതൊന്നുകൊണ്ട് തൃപ്തിപ്പെട്ടുവോ അതിൽ നിങ്ങളുടെ മേൽ കുറ്റമില്ലതാനും നിശ്ചയമായും അള്ളാഹു സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു. ഈ ആയത്ത് വേറൊരു രീതിയിലും കൂടെ ഫേമസ് ആണ്. ഈ ആയത്ത് ഷിയാക്കൾക്കിടയിൽ അറിയപ്പെടുന്നത് ആയത്തിൽ മുത്തുക എന്നുള്ള പേരിലാണ്. മുത്തുക എന്ന് പറയുന്ന താൽക്കാലിക വിവാഹം നടത്താൻ അള്ളാഹു അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആയത്താണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷിയാക്കൾക്കിടയിൽ ഇപ്പോഴും മുത്തുക നിലനിൽക്കുന്നത്. എന്നാൽ സുന്നികൾ ഹദീസ് അടിസ്ഥാനമാക്കിയിട്ട് മുത്തുക നിരോധിച്ചിരിക്കുന്നു എന്നുള്ള ലൈൻ എടുക്കുന്ന ആൾക്കാരാണ്. ഈ ആയത്ത് അറിയപ്പെടുന്നത് ആയത്തിൽ മുത്തുക എന്നുള്ള പേരിലാണ്. ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ ഒരു സന്ദർഭം വിവരിക്കുന്നുണ്ട് അമാനി തഫ്സീറിൽ നിന്ന്. ഞാനത് വായിക്കാം. ഔത്താസ് യുദ്ധത്തിൽ ബന്ധനസ്ഥരായ സ്ത്രീകളിൽ വിവാഹിതരായിരുന്നവരോട് അവർക്ക് ഭർത്താക്കൾ ഉണ്ടായിരിക്കെ ബന്ധത്തിലേർപ്പെടുവാൻ സഹാബികൾക്ക് വൈമനസ്യമുണ്ടായെന്നും ഇതിനെപ്പറ്റി അവർ റസൂൽ തിരുമേനിയോട് ചോദിച്ചുവെന്നും ആ സന്ദർഭത്തിൽ ഈ വചനം അവതരിച്ചുവെന്നും പല മാർഗങ്ങളിലൂടെയും ഹദീസിൽ വന്നിരിക്കുന്നു. അഹമ്മദ്, മുസ്ലിം, തിർമിദി, നസായി. ഈ സ്ത്രീകളുടെ വിവാഹത്തിൽ നിന്ന് ജനിക്കുന്ന കുട്ടികൾ സ്വതന്ത്രരായിരിക്കുന്നതും ഈ സ്ത്രീകൾ അവരുടെ യജമാനന്റെയോ ഭർത്താവിൻ്റെയോ മരണത്തോടുകൂടി അതിനു മുമ്പ് അവർ സ്വതന്ത്രരാക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ താനെ സ്വതന്ത്രരായി തീരുന്നതുമാണ്. ഔത്താസ് യുദ്ധത്തിൽ കുറച്ച് സ്ത്രീകൾ പിടിക്കപ്പെട്ടു. അത് പിടിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആ സ്ത്രീകളുടെ ഭർത്താക്കന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ സഹാബികൾക്ക് ഇവരോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഒരു പ്രയാസം ഉണ്ടായി. അങ്ങനെ ആ പ്രയാസം ഉണ്ടായ സമയത്ത് ഇറങ്ങിയ ആയത്താണ് ഇത് എന്നാണ് അതിൻ്റെ അവതരണ പശ്ചാത്തലം വിവരിച്ചുകൊണ്ട് അമാനി പറയുന്നത്. അമാനി മാത്രമല്ല, ഈ വിഷയത്തിൽ ഹദീസ് ഉണ്ട്. ഒരുവിധം എല്ലാ മുഫസ്സിരീങ്ങളും ഈ ആയത്തിൻ്റെ ഒരു സന്ദർഭമായിട്ട് ഈ ഒരു സംഭവം തന്നെയാണ് പറയുന്നത്. അങ്ങനെ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അതിൽ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടികൾ സ്വതന്ത്രരായിരിക്കും. ഈ ബന്ധത്തിൽ ഏർപ്പെട്ട അയാൾ മരിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ അതിനു മുമ്പ് സ്വതന്ത്രയാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ മരണത്തോടുകൂടി ഓട്ടോമാറ്റിക്കായിട്ട് സ്വതന്ത്രരാക്കപ്പെടും എന്നാണ് അമാനി പറയുന്നത്. ഒരു ആയത്ത് കൂടെ വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇദ്ദയെക്കുറിച്ച് വിവരിക്കുന്ന ഒരായത്താണ്. ഇദ്ദയെക്കുറിച്ച് മാത്രമല്ല, ആ ആയത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വിവാഹം കഴിക്കാമെന്നുകൂടെ ആ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സൂറത്ത് തലാഖിലെ 4-ാമത്തെ വചനമാണ്. 65-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനം. നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന് ആർത്തവത്തെ സംബന്ധിച്ച് നിരാശപ്പെട്ടവരാകട്ടെ, നിങ്ങൾ സംശയപ്പെടുകയാണെങ്കിൽ അവരുടെ ഇദ്ദ 3 മാസമാകുന്നു. ആർത്തവം ഉണ്ടായിട്ടില്ലാത്തവരുടെയും അങ്ങനെ തന്നെ. ഗർഭവതികളായ സ്ത്രീകളാകട്ടെ, അവരുടെ അവധി അവർ തങ്ങളുടെ ഗർഭം പ്രസവിക്കലാണ്. അള്ളാഹുവിനെ ആർ സൂക്ഷിക്കുന്നുവോ അവന് തൻ്റെ കാര്യത്തെക്കുറിച്ച് അവന് എളുപ്പം സൗകര്യമുണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇതാണ് ആ ആയത്ത്. അതായത് സ്ത്രീകളിൽ നിന്ന് ആർത്തവത്തെ സംബന്ധിച്ച് സംശയമുള്ള ആളുകൾ, അങ്ങനെ നിങ്ങൾ സംശയിക്കപ്പെടുകയാണെങ്കിൽ അവരുടെ ഇദ്ദ 3 മാസമാണ്. ഇദ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാത്തിരിപ്പ് കാലയളവാണ്. ഭർത്താക്കന്മാർ മരിച്ചാലോ അല്ലെങ്കിൽ വിവാഹമോചനം നടന്നാലോ സ്ത്രീകൾ അടുത്ത വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള ഒരു ഇടവേള എടുക്കണം. അത് നിർബന്ധമായിട്ടും എടുക്കണം. ആ ഇടവേളയുടെ പേരാണ്, ഒരു കാത്തിരിപ്പ് കാലയളവാണ്. ആ കാലയളവിൻ്റെ പേരാണ് ഇദ്ദ. 3 മാസം എടുക്കണമെന്നാണ് പറയുന്നത്. ആരൊക്കെ? ആർത്തവം അവസാനിച്ചവർ, ആർത്തവം തുടങ്ങാത്തവർ, ഗർഭവതികളാണെങ്കിൽ ഗർഭം പ്രസവിക്കുന്നത് വരെയാണ് അവരുടെ ഇദ്ദ. ഭർത്താക്കന്മാർ മരിച്ചു പോയവരാണെങ്കിൽ 4 മാസവും 10 ദിവസവും ഇദ്ദ ഇരിക്കണം എന്നാണ് ഒരു കണക്ക്. ആർത്തവം ഉണ്ടായിട്ടില്ലാത്തവർ എന്ന് പറഞ്ഞതിൽ ആർത്തവം ഉണ്ടാകാനുള്ള പ്രായമാകാത്ത കുട്ടികളും ഉൾപ്പെടും എന്നാണ് ക്ലാസിക്കൽ മുഫസ്സിരീങ്ങൾ എല്ലാവരും പറയുന്നത്. വാഹിദി എന്താണ് പറയുന്നത് എന്നൊന്ന് ഞാൻ വായിക്കാം. നിങ്ങളുടെ സ്ത്രീകളിൽ ആർത്തവത്തെക്കുറിച്ച് നിരാശരായവർക്കും 65-ന്റെ 4 മുഖാത്തിൽ പറഞ്ഞു. വിവാഹമോചിതരായ സ്ത്രീകൾ അകന്നു നിൽക്കട്ടെ എന്ന വാക്യം വരുമ്പോൾ ഖല്ലദ് ഇബ്നു അൽ നൗമാൻ ഇബ്നു കൈസ് അൽ അൻസാരി ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, ആർത്തവം സംഭവിക്കാത്ത സ്ത്രീയുടെയും ഇതുവരെ ആർത്തവം സംഭവിക്കാത്ത സ്ത്രീയുടെയും കാത്തിരിപ്പ് സമയം എന്താണ്? ഗർഭിണിയുടെ കാത്തിരിപ്പ് സമയം എന്താണ്? അതിനാൽ അള്ളാഹു ഈ വാക്യം അവതരിപ്പിച്ചു. വിവാഹമോചിതരും വിധവകളുമായ സ്ത്രീകളുടെ കാത്തിരിപ്പ് കാലയളവ് പരാമർശിച്ചപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, മദീനയിലെ ചില സ്ത്രീകൾ പറയുന്നു, പരാമർശിക്കപ്പെടാത്ത മറ്റു സ്ത്രീകളുമുണ്ട്. അദ്ദേഹം ചോദിച്ചു, ആരാണവർ? അദ്ദേഹം പറഞ്ഞു, വളരെ ചെറുപ്പമായവർ, ഇതുവരെ ആർത്തവം ആരംഭിച്ചിട്ടില്ലാത്തവർ, വളരെ പ്രായമായവർ, ആർത്തവം നിലച്ചവർ, ഗർഭിണികൾ. അങ്ങനെ ഈ വാക്യം അവതരിച്ചു. നിങ്ങളുടെ സ്ത്രീകളിൽ ആർത്തവത്തെക്കുറിച്ച് നിരാശരായവർക്ക് അവതരിച്ചു എന്നാണ് വാഹിദി പറയുന്നത്. അതായത് മറ്റൊരായത്തിറങ്ങിയപ്പോൾ ആ ആയത്തിൽ പരാമർശിക്കപ്പെടാത്ത ചില സ്ത്രീകൾ ഉണ്ട് എന്ന് മദീനയിലെ സ്ത്രീകൾ പറഞ്ഞു. ആ സമയത്താണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് വാഹിദി പറയുന്നത്. പ്രായക്കുറവ് കൊണ്ട് ആർത്തവമായിട്ടില്ലാത്തവരും 3 മാസം ഇദ്ദ ഇരിക്കണം. അപ്പൊ അതിനർത്ഥം എന്താണ്? ആർത്തവം ആരംഭിച്ചിട്ടില്ലാത്ത കുട്ടികളെയും കല്യാണം കഴിക്കാം, വിവാഹമോചനം ചെയ്യാം എന്നാണ്
ഇതിന്റെ അർത്ഥം. ജലാലിനി തഫ്സീറിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുകൂടെ വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങളുടെ സ്ത്രീകളിൽ ഇനി ആർത്തവം പ്രതീക്ഷിക്കേണ്ടതില്ലാത്തവർ അവരുടെ കാത്തിരിപ്പ് കാലയളവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവരുടെ നിശ്ചിത കാത്തിരിപ്പ് കാലയളവ് 3 മാസമായിരിക്കും. കൂടാതെ ചെറുപ്പം കാരണം ആർത്തവം സംഭവിച്ചിട്ടില്ലാത്തവർക്കും അവരുടെ കാലയളവ് 3 മാസമായിരിക്കും. 2 കേസുകളും ഇണകൾ മരിച്ചവർക്കൊഴികെയുള്ളവർക്ക് ബാധകമാണ്. കാരണം ഈ കാലയളവ് അവർ 4ഉം 10ഉം മാസങ്ങൾ സ്വയം കാത്തിരിക്കേണ്ടതാണ് എന്ന് സൂക്തത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താക്കന്മാർ മരിച്ചു പോയവരാണെങ്കിൽ 4 മാസവും 10 ദിവസവും ഇരിക്കണം. അതല്ലാത്ത ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ 3 മാസം. അത് ആർത്തവം പ്രായക്കുറവ് കൊണ്ട് ഇല്ലാത്തവരും മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ആർത്തവം സംഭവിക്കാത്തവരും ആർത്തവം നിലച്ചു പോയവരും എല്ലാവരും 3 മാസം ഇരിക്കണം. ഗർഭിണിയാണെങ്കിൽ പ്രസവിച്ചോടുകൂടി ഇത് അവസാനിക്കും എന്നാണ് പറയുന്നത്. ഖുർആനിലും ഹദീസിലും ഇത്തരത്തിൽ നിരവധി സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളുണ്ട്. അതിൽ വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിച്ചത്. ഇനിയും നിരവധി പരാമർശങ്ങൾ വരുന്നുണ്ട്. മറ്റ് വീഡിയോസിൽ നമുക്കത് പരിശോധിക്കാം. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.